നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ KSRTC കണ്ടക്ടർ ജീവനൊടുക്കി. മുളിയാർ മജക്കാറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ജില്ലയിൽ കടലിന്റെ മക്കൾ ദുരിതത്തിൽ. ജില്ലയിൽ രൂക്ഷമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇതിനോടകം കടലെടുത്തത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം ബോർക്കാടി ഗേരുകെട്ട കുണ്ടാപ്പു സ്വദേശി നവാബാണ് അറസ്റ്റിലായത്. ഇബ്രാഹിം ബേബിഞ്ച മാഷിന്റെ കൃതികൾ കാലത്തിന്റെ നാൽക്കവലകളിലെ ദിശാബോധകങ്ങളായ ചൂണ്ടുപലകകളാണെന്ന് CM വിനയചന്ദ്രൻ മാഷ്. പ്രൊഫസർ ഇബ്രാഹിം ബേബിഞ്ച അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. CBSE പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചിന്മയ വിദ്യാലയത്തിൽ അനുമോദനം. കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു P. അൾഗാർ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ 8ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒരു തുള്ളി രക്തം നൽകൂ, ഒരാളുടെ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ KSRTC കണ്ടക്ടർ ജീവനൊടുക്കി. 18 വർഷമായി സർവീസിലുള്ള മുളിയാർ മജക്കാറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് സംഭവം. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്നതിനിടെ KSRTC കണ്ടക്ടർ ആത്മഹത്യ ചെയ്തു. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KSRTCയിൽ 18 വർഷമായി താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന മുളിയാർ മജക്കാറിലെ യോഗീഷ് കുമാറാണ് വീടിന് സമീപത്തെ ഷെഡിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളിയാർ മജക്കാറിലെ പരേതനായ മഹാലിംഗ പാട്ടാളിയുടെ മകനാണ് യോഗീഷ്. കാസർഗോഡ് സുള്ളിയ റൂട്ടിൽ താൽക്കാലിക കണ്ടക്ടറായാണ് ജോലി ചെയ്തിരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് സംഭവം നടന്നതെന്നാണ് വിവരം. യോഗീഷും മാതാവ് ബേബിയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മാതാവ് ബന്ധുവീട്ടിലേക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് പുതുതായി നിർമ്മിച്ച വീടിനു പിന്നിലെ ഷെഡിൽ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോലി സംബന്ധമായ അനിശ്ചിതത്വവും മാനസിക സമ്മർദ്ദവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും സംശയിക്കുന്നത്. യോഗീഷ് എൻ്റെ അമ്മാവനാണ്, എൻ്റെ ചേച്ചിയുടെ മകനാണ്. സംശയം പ്രത്യേകിച്ച് പറയാത്ത കാരണങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിരുത്തില്ല. പിന്നെ ആള് കുറച്ച് സൈലൻ്റാണ്. ആരോടും ഒരു ബുദ്ധിമുട്ടിന് പെരുമാറ്റത്തിന് മറ്റേ ഡ്രഗ്സോ പുകവലിയോ മദ്യപനോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ദുഷില്ലാത്ത ഒരു കുട്ടിയാണ്. പിന്നെ ഇപ്പം അറിയാൻ പറ്റിയത് ആരോടോ ഫ്രണ്ട്സിനോട് ജോലി സംബന്ധമായ കാര്യത്തിൽ ചെറിയൊരു അരാജകത്വം അസ്ഥിരത കാണുന്നുണ്ട്. 18 വർഷങ്ങളായി KSRTCയിൽ ടെമ്പററി ജോലി ചെയ്യുന്നത്, ടെമ്പററി കണ്ടക്ടറായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പിരിച്ചു വിട്ടതും മറ്റേ കുറേ ആൾക്കാരെ പിരിച്ചു വിടാൻ പോകുന്നുണ്ടെന്നെല്ലാം പറയുന്ന ഒരു ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അത് അവന് കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണം ജനുവരി 31 കല്യാണം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം ഈ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ജോലി പോകുമെന്നുള്ളൊരു പേടിയാണ് ഇതിൻ്റെ അതല്ലാതെ വേറെ നമുക്ക് അറിഞ്ഞിരുന്ന ഒരു കാരണങ്ങളും ഇല്ല. ഇതാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി നമുക്കറിയില്ല. മറ്റു കുടുംബ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതായത് ഒരു അമ്മയും മോനും മാത്രമേ വീട്ടിലുള്ളൂ. 3 പെൺകുഞ്ഞുങ്ങളാണ്. അവരൊക്കെ 3 നാൾ കല്യാണം കഴിഞ്ഞ് പോയി. വീട്ടിൽ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ അത്യാവശ്യത്തിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ജീവിച്ച് പോകാനുള്ള ഏർപ്പാടൊക്കെ അവിടെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞെടുത്തേക്കില്ല. ഇപ്പോൾ ഈടായിട്ട് അച്ഛൻ മരിച്ചു. അച്ഛൻ ഒരു 4 മാസം മുമ്പ് മരിച്ചതേ ഉള്ളൂ, സുഖമില്ലാതായിട്ട്. അതിന് ശേഷമാണ് ഈ കല്യാണം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നാൽ മരണത്തിന്റെ യഥാർത്ഥ കാരണമുൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആദൂർ SI കരുണാകരൻ KMAയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ കടലിന്റെ മക്കൾ ദുരിതത്തിൽ. ജില്ലയിൽ രൂക്ഷമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇതിനോടകം കടലെടുത്തത്. തൃക്കരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെ 70 കിലോമീറ്ററിലധികം തീരദേശമുള്ള ജില്ലയിൽ മിക്കയിടങ്ങളിലും കടൽഭിത്തിയില്ലാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നു. തീരസംരക്ഷണത്തിന് സമഗ്ര പദ്ധതി ആവിഷ്കരിക്കാത്തത് കടലേറ്റം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ.
കടൽക്ഷോഭവും അപകടങ്ങളും സംഭവിക്കുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടാനുള്ളതായി മാറുകയാണ് പല പദ്ധതികളുമെന്നാണ് ഉയരുന്ന ആക്ഷേപം. കാസർഗോഡ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് രൂക്ഷമായ കടൽക്ഷോഭവും കടലാക്രമണവും തുടരുകയാണ്. ഉപ്പള, ശാരദാനഗർ, ഷിറിയ, കുമ്പള, കോയിപ്പാടി, വലിയപറമ്പ്, ചേരങ്കൈ, കാവുകോളി, തൈക്കടപ്പുറം, അജാനൂർ കടപ്പുറം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ തിരമാലകളിൽ റോഡുകളും വീടുകളും തകരുകയും നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു. ചേരങ്കൈ, കാവുകോളി ഭാഗത്ത് 100-ലധികം മീറ്ററോളം കടൽ കരയിലേക്ക് കയറി റോഡ് പൂർണ്ണമായി തകർന്നു. 200-ലധികം കുടുംബങ്ങളുടെ യാത്രാ സൗകര്യവും നിലച്ചു. വലിയപറമ്പ് പഞ്ചായത്തിലെ തീരദേശ കുടുംബങ്ങൾ കനത്ത ഭീഷണിയിലാണ്. ശാരദാനഗറിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. നിരവധി വീടുകൾ കടലെടുക്കുന്ന തരത്തിലാണ് സാഹചര്യം. ജില്ലയിൽ കടൽക്ഷോഭവും തീരശോഷണവും പ്രതിരോധിക്കാൻ സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാത്തതാണ് കടലേറ്റം തടയാൻ സാധിക്കാത്തതെന്നാണ് ആക്ഷേപം. 70 കിലോമീറ്റർ ദൂരമുള്ള കടലോര പ്രദേശത്ത് 20 കിലോമീറ്റർ മാത്രമാണ് കടൽഭിത്തിയുള്ളത്. പലയിടത്തും ഉപയോഗിച്ച ടെട്രാപാഡും പുലിമുട്ടും ശക്തമായ തിരമാലയിൽ ഇല്ലാതായി കഴിഞ്ഞു. ഏകീകരിച്ച സമഗ്രമായ പദ്ധതി വഴി മാത്രമേ ശാശ്വതമായ കടലേറ്റ പ്രതിരോധം പൂർത്തിയാക്കാനാവൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. വീട്ടുടമ ഫാത്തിമത്ത് സൗറ നൽകിയ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. വീട്ടുടമ ഫാത്തിമത്ത് സൗറ നൽകിയ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ജൂലൈ 12 വൈകുന്നേരം 5:30 മണിക്കും 17 രാത്രി 12 മണിക്കും ഇടയിലാണ് കവർച്ച നടന്നത്. വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാര കുത്തിത്തുറന്നാണ് ആഭരണങ്ങൾ കൈക്കലാക്കിയത്. 24 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. 16-ാം തീയതി വന്യ കളവ് പോയി. ഏകദേശം ഒരു 24 പോയിന്റ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസ് കംപ്ലൈൻ്റ് ആക്കിയിട്ട് അവർ പിന്നെ ഞങ്ങൾക്കൊരു സംശയത്തിൻ്റെ മേലെ ഒരാളെ ഞങ്ങൾ പോലീസിന് ക്ഷണിച്ചു കൊടുത്തു. അപ്പോൾ അവരും അതിൻ്റെ സൈബറും അത് മറ്റേ അക്കൗണ്ട് നമ്പറെല്ലാം മേങ്ങിയിട്ടെല്ലാം സെൻട്രൽ ബാങ്കിൽ അയച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് അതിലെന്തോ ഇത് കിട്ടിയിട്ടില്ല. എന്നാലും അവർ അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ FIR ആക്കാൻ കുറേ പറഞ്ഞപ്പോൾ ഇന്നലെ രജിസ്റ്റർ ആക്കിയിട്ട് FIR ആക്കി. ഇതുവരെ പൊന്നിൻ്റെ ഒരു രൂപയും കിട്ടിയില്ല ഞങ്ങൾക്ക്. ആയതുകൊണ്ട് നിങ്ങൾ മീഡിയക്കാർ ഞങ്ങളെ സഹകരിക്കണം. എത്ര പെട്ടെന്ന് ആ പൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ തൂക്കമല്ല അത്, വലിയൊരു 10-30 ലക്ഷം റുപ്യേൻ്റെ പൊന്നാണത്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ എത്ര പെട്ടെന്ന് ഇതിനെ കിട്ടും പോലാക്കിയിട്ട് ഞങ്ങൾക്ക് സഹകരിക്കണം എല്ലാ കാര്യത്തിലും. എപ്പോഴും ഞങ്ങളും കൂടെ ഉണ്ട്, ഞങ്ങൾ തേടിക്കൊണ്ടുണ്ട്, തെരഞ്ഞോണ്ടുണ്ട്, എല്ലാം അറിഞ്ഞോണ്ടുണ്ട്. അതായത് നിങ്ങളും ഞങ്ങളൊക്കെ സപ്പോർട്ട് തന്നിട്ട് ഇതിനെ സഹകരിക്കണം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ഒടുവിൽ മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം വോർക്കാടി ഗേരുകട്ട കുണ്ടാപ്പു സ്വദേശി നവാബാണ് അറസ്റ്റിലായത്. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ഒടുവിൽ മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം വോർക്കാടി ഗേറുകട്ടെ കുണ്ടാപ്പു സ്വദേശിയായ നവാബാണ് അറസ്റ്റിലായത്. മംഗളൂരു നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 13-ലധികം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പോലീസിനെ കബളിപ്പിക്കുന്നതിനായി വിവിധ വേഷങ്ങൾ ധരിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു നവാബ്. യഥാർത്ഥത്തിൽ ഉള്ളാൽ മാർഗതല സ്വദേശിയായ ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് അതിർത്തി പ്രദേശമായ വോർക്കാടിയിൽ ഒളിവ് ജീവിതം നയിച്ചു വന്നിരുന്നത്. എന്നാൽ കൃത്യമായ വിവരം ശേഖരിച്ച മംഗളൂരു പോലീസ് വലയൊരുക്കി ഒളിവിലായിരുന്ന ഇയാളെ പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ കൃതികൾ കാലത്തിന്റെ നാൽക്കവലകളിലെ ദിശാബോധകങ്ങളായ ചൂണ്ടുപലകകളാണെന്ന് കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാഷ്. ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷനും കോലായ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി സംഘടിപ്പിച്ച പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എഴുത്തുകാർ സമൂഹ മനസാക്ഷിയുടെ കാവൽക്കാരാണെന്നും ഈ വിശേഷണം ആത്മഗൗരവവും ഉത്തരവാദിത്വബോധവുമുള്ള എല്ലാ എഴുത്തുകാർക്കും ബാധകമാണെന്നും കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാഷ് അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷനും കോലായ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി സംഘടിപ്പിച്ച പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ അനുസ്മരണവും കോലായ് നൽകുന്ന അക്ഷരാമൃതം അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലത്തിന്റെ നാൽക്കവലയിലെ ദിശാബോധകങ്ങളായ ചൂണ്ടുപലകകളാണ് ബേവിഞ്ച മാഷിന്റെ ഓരോ കൃതികളെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ, ഗ്രന്ഥകാരൻ എന്ന നിലയിൽ, സാംസ്കാരിക ഗവേഷകൻ എന്ന നിലയിൽ, കോളമിസ്റ്റ് എന്ന നിലയിലൊക്കെ തന്നെ ഒരുപക്ഷെ അധികം പേർക്ക് അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇടപെടലിന്റെ വൈപുല്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഒരു ശിഷ്യനല്ലെങ്കിലും ഇബ്രാഹിം ബേവിഞ്ച മാഷ് എന്റെ ഒരു ഗുരുനാഥനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പ്രൈവറ്റായി മലയാളം BA ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അന്ന് കോളേജിൽ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്ന പാഠക്കുറിപ്പുകളുടെ നോട്ട് അവർ അയച്ചു തരുന്നു. മലയാളം ഐച്ഛിക വിഷയമായിട്ടും ഇംഗ്ലീഷായിട്ടും മറ്റു വിഷയങ്ങൾക്കൊക്കെ ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള നോട്ട് അച്ചടിച്ച് അയച്ചു തരികയാണ് ചെയ്യുക. അങ്ങനെ കിട്ടിയ മലയാളം വിഷയത്തിലുള്ള പാഠക്കുറിപ്പുകളിൽ പലതും തയ്യാറാക്കിയിരുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം ബേവിഞ്ച മാഷ്. ആ പാഠക്കുറിപ്പുകൾ വായിച്ചിട്ടാണ് അന്ന് പരീക്ഷ എഴുതിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തെക്കിലെ ഒരു നാട്ടിൻപുറത്തെ വായനശാലയിൽ നിന്ന് വായനാ ജീവിതം ആരംഭിച്ചു കേരളത്തിലുടനീളം പടർന്നു പന്തലിച്ച ഒരു സാംസ്കാരിക ജീവിതത്തിലേക്ക് നമ്മുടെ ഈ വടക്കേ അറ്റത്തെ മണ്ണിൽ നിന്ന് ഒരാൾ ഉയർന്നു വരിക എന്നുള്ളത് ഒരു കാലത്ത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. കോരപ്പുഴക്കിപ്പുറം എന്ത് സാഹിത്യം എന്നത് ഒരു കാലത്ത് വളരെയധികം മുഴങ്ങിക്കേട്ട ഒരു വാക്യമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോരപ്പുഴക്കിപ്പുറാണ് സാഹിത്യത്തിന്റെ വലിയ പ്രധാനപ്പെട്ട കുറെ അനുഭവങ്ങൾ. ഒരു കാലത്ത് നമ്മുടെ മണ്ണിന് സിനിമ അപ്രാപ്യമായിരുന്നു, അല്ലേ? സിനിമയൊക്കെ മദിരാശിയിലും ഒറ്റപ്പാലത്തും ഒക്കെ ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലമൊക്കെ മാറി. സിനിമ മുഴുവനും വടക്കൻ കേരളത്തിലായി. ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന ഇടം കൂടിയായി. സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന പ്രതിഭകളുടെ ഇടം കൂടിയായി നമ്മുടെ വടക്കൻ കേരളം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ബേവിഞ്ചയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമായ അക്ഷരാമൃതം മികച്ച മാഗസിൻ ഇറക്കിയ ചിർക്കള സൈനബ് മെമ്മോറിയൽ കോളേജിന്റെ ഗൗജി ഗൗനീതം ജീവികയ്ക്ക് നൽകി. അധ്യക്ഷത വഹിച്ച നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ് അവാർഡ് ദാന ചടങ്ങും നിർവഹിച്ചു. ഹസൈനാർ തോട്ടുംഭാഗം, P ദാമോദരൻ, ഡോക്ടർ MK നീന, റഫീഖ് മാസ്റ്റർ, അസ്മാസ് അഹമ്മദാജി, സുലൈഖ മാഹിൻ, കരീം ചൌക്കി, CL ഹമീദ്, മുംതാസ് ടീച്ചർ, SAM ബഷീർ, റഫീഖ് നങ്ങാരത്ത്, മുഹമ്മദ് മിസ്ഹാബ് എന്നിവർ സംസാരിച്ചു. സ്കാനിയ ബെദിര സ്വാഗതവും ഷബാന ഇബ്രാഹിം ബേവിഞ്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ CBSE SSLC ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു P അൾഗാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ CBSE SSLC ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു P അൾഗാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഠിനാധ്വാനവും അച്ചടക്കവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാർത്ഥികളുടെ വിജയത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ഭാവിയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പ്രചോദനമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത്തരം അംഗീകാരങ്ങൾ മറ്റ് വിദ്യാർത്ഥികൾക്കും മാതൃകയും പ്രചോദനവുമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കഠിനാധ്വാനം, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം എന്നിവയാണ് ഓരോ വിദ്യാർത്ഥിയും ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട അടിസ്ഥാന മൂല്യങ്ങളെന്ന് സ്വാമിജി പറഞ്ഞു.
വിദ്യാലയ പ്രിൻസിപ്പൽ ടി.വി. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് SSLC, ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോകൾ നൽകി ആദരിച്ചു. വിദ്യാലയ വൈസ് പ്രിൻസിപ്പൽ അഭിജിത്ത് M.K, പ്രഥമാധ്യാപകരായ പൂർണിമ SR, സിന്ധു ശശീന്ദ്രൻ, അക്കാദമിക് കോർഡിനേറ്റർ ഷീന KP, അധ്യാപകേതര ജീവനക്കാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന അന്തരിച്ച ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ 8ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. RBK കാസർഗോഡും ചെർക്കളം അബ്ദുള്ള ഫൗണ്ടേഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന അന്തരിച്ച ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ 8ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. RBK കാസർഗോഡും ചെർക്കളം അബ്ദുള്ള ഫൗണ്ടേഷനും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒരു തുള്ളി രക്തം നൽകൂ, ഒരാളുടെ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 130ാം തവണ രക്തദാനം പൂർത്തിയാക്കിയ സിസ്റ്റർ ജയ ആന്റോ മംഗലത്തും 115ാം തവണ രക്തദാനം പൂർത്തിയാക്കിയ സലീം സന്ദേശം ചൌക്കി എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ രക്തശേഖരക്ഷാമം നേരിടുന്ന കാസർഗോഡ് ബ്ലഡ് ബാങ്കിൽ ആവശ്യത്തിന് സ്ഥിരം രക്തശേഖരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേരാണ് രക്തദാനം ചെയ്തത്. ശോഭിക വെഡ്ഡിംഗ് സെന്റർ, ചെമ്മണ്ണൂർ ജ്വല്ലറി ഇന്റർനാഷണൽ, G-Tech കമ്പ്യൂട്ടർ, RBK എന്നീ സ്ഥാപനങ്ങളിലെ രക്തദായകരാണ് ക്യാമ്പിലെത്തിയത്. ക്യാമ്പ് കോർഡിനേറ്റർമാരായ നാസർ ചെർക്കളം, ഹക്കീം ചെർക്കള, മുഹമ്മദ് സായിസ്, അഹമ്മദ് കോലാച്ചിയെടുക്കം, റിയാസ് പെരുമ്പള, സാബിറ എവറസ്റ്റ്, ഡോക്ടർ ഇബ്രാഹിം ഭാത്തിഷ, അബ്ദുൾ റഹിമാൻ, റസാഖ് കോലാച്ചിയെടുക്കം, സാലിഹ് കോലാച്ചിയെടുക്കം, നവാസ് കോലാച്ചിയെടുക്കം, ZA മൊഗ്രാൽ, കരീം ചൌക്കി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ കൂഡ്ലു രാംദാസ് നഗറിലെ ഗ്യാരേജ് തകർന്നു വീണു. അശ്വത് കുമാറിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഗ്യാരേജിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടം. ഗ്യാരേജ് അടച്ചിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഗ്യാരേജ് കെട്ടിടം തകർന്നു വീണു. കൂഡ്ലു രാമദാസ് നഗറിലുള്ള ഗോപാലകൃഷ്ണ ഓട്ടോ വർക്ക്സ് ആണ് തകർന്നു വീണ് വൻ നാശനഷ്ടമുണ്ടായത്. ഇന്നലെ രാത്രി 10:30 ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം നടന്നത്. കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന യന്ത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഏകദേശം 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തതായി ഗ്യാരേജ് ഉടമ അശ്വത് കുമാർ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10:45 അതിൻ്റെ ഒരു സൗണ്ട് വന്നു. അതിൽ എൻ്റെ ഗ്യാരേജ് ഏകദേശം എല്ലാം കംപ്ലീറ്റ് പോയിന്. കുറേ മെഷീനറി കുറേ ഡാമേജ് ആയിന്. പിന്നെ ഇതിൻ്റെ ടൂൾസ് കംപ്ലീറ്റ് ഫില്ലറെല്ലാം കംപ്ലീറ്റ് പോയിന്. അതിൽ കുറേ നഷ്ടം വന്നു. എനിക്ക് ഒരു 5 ലക്ഷം രൂപ ഒരു എവറേജ് നഷ്ടം വന്നതിൽ മൊത്തമായിട്ടല്ല മെഷീനറി ഐറ്റംസ് മൊത്തമായിട്ട് എല്ലാം ഡാമേജ് ആയി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിജിറ്റൽ സർവേ ജീവനക്കാർ കാസർഗോഡ് കളക്ട്രേറ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ സർവേ ടീമിനെ പിരിച്ചുവിട്ടതിനെതിരെയും 4 മാസമായി ശമ്പളം മുടങ്ങിയതിനെതിരെയുമാണ് പ്രതിഷേധം. ഡിജിറ്റൽ സർവേ ജീവനക്കാർ കാസർഗോഡ് കളക്ട്രേറ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക, പട്ടിണിയിലായ ജീവനക്കാരെ സംരക്ഷിക്കുക, അർഹമായ വേതനം നൽകാതെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഡിജിറ്റൽ സർവേ കരാർ ജീവനക്കാരുടെ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഡിജിറ്റൽ സർവേയുടെ ഇപ്പോൾ ശമ്പളം മുടങ്ങിയിട്ട് 4.5 മാസമായി. 4.5 മാസത്തെ ശമ്പളം നമുക്ക് തന്നിട്ടുമില്ല. പിന്നെ ഒരു മുന്നായിട്ട് നമുക്ക് ഒരു അറിയിപ്പും തരാതെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 4.5 മാസത്തെ ശമ്പളത്തിനെക്കുറിച്ച് ഒരു അറിയിപ്പ് നമുക്കിതുവരെ തന്നിട്ടുമില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കളക്ടറെ കാണാൻ വേണ്ടി വന്നത് നമ്മൾ. പിന്നെ നമ്മൾ ഈ കുന്നും മലയൊക്കെ കയറിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സർവേയിൽ കയറിയത്. നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴിയാണ് കയറിയത്, അല്ലാതെ ചുമ്മാ നമ്മൾ വേറെ ഇൻ്റർവ്യൂ വേറെ ഇൻഫ്ലുവൻസ് വഴി അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. നമ്മുടെ പ്രധാന ആവശ്യം ഈ 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക എപ്പോൾ കിട്ടും, അതിനെക്കുറിച്ച് ഉറപ്പായിട്ടൊരു അറിയിപ്പ് നമുക്ക് എന്തായാലും തന്നേ പറ്റൂ. മക്കളുടെ ചിലവ്, പിന്നെ കുടുംബ ചിലവ്, ഇതെല്ലാം നോക്കേണ്ട ഒരു ഇത് മാത്രമേ വരുമാനമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഈ ശമ്പളം എന്ന് കിട്ടും എങ്ങനെ തരുന്നില്ല, യാതൊരു ഒപ്പം തന്നിട്ടൊന്നുമില്ല. ഒരു മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇത് തുടങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ദിവസം വരുന്നതാണ് ഓണം വരുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ വിഷുവിന് തന്നെ നമുക്ക് ശമ്പളം ഉണ്ടായിട്ടില്ല.
ഇതിപ്പോൾ ഈ ഓണത്തിനും ഉണ്ടായില്ല. കാരണം ഈ ഓണത്തിനൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു ചെറിയ സന്തോഷം എല്ലാവർക്കും ഉണ്ടാവില്ല ഒരാഗ്രഹം, അതുപോലെ നമ്മൾക്കും ഉണ്ടാവില്ല. അത് ഒരു സന്തോഷം വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ എന്താ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഒരു ഉറപ്പില്ലാത്ത ഗതിയാണ്. ഇപ്പോൾ കടം വാങ്ങി ഈ ഡെയിലി പോകാൻ ഇപ്പോൾ അത്ര ചിലവറിയാം. ആ ഒരു സ്ഥലത്തൊക്കെ എത്തിപ്പെടാനെങ്കിലും പറഞ്ഞാൽ ഒരുപാട് ചിലവുണ്ട്. ഇതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ കടം വാങ്ങി നമ്മളൊരു പരിധി വിട്ടു കടം വാങ്ങുന്നതിൻ്റെ. ഇനി ആരും വാങ്ങാനില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ പിരിച്ചുവിടുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മളോട് ഒരു 30-ാം തീയതി ഒരു ഓർഡർ രാത്രി വരുന്ന 1-ാം തീയതി തൊട്ട് ഇങ്ങ് വരണ്ടാന്ന് ഒരു ഇതില്ല, മാനദണ്ഡമില്ല, ഒരു ഇതുമില്ല, നമ്മൾക്കൊരു മുന്നറിയിപ്പൊന്നും തന്നില്ല. സാധാരണ പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞ് പിരിച്ചുവിടുന്ന നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇതിലധികം ആൾക്കാരും പറഞ്ഞാൽ 179 ദിവസമാണ് കാലാവധി. അതിലിപ്പോൾ 1 മാസം 2 മാസം ഇപ്പോഴും എല്ലാവർക്കും പെൻഡിങ് ആണ്. ഈ കാലാവധി കഴിയാണ്ടാണ് പിരിച്ചുവിടുന്നത്. 4.5 മാസത്തെ ശമ്പളം കുടിശ്ശികയാക്കി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡിജിറ്റൽ റീസർവേ ഭാഗമായി നിയമിച്ച കരാർ ജീവനക്കാരെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ പിരിച്ചുവിടുകയായിരുന്നു. ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട നടപടി സംബന്ധിച്ച് ആരാഞ്ഞപ്പോൾ ഫണ്ടില്ലെന്ന മറുപടിയാണ് കാസർഗോട്ടെ റീസർവേ കരാർ ജീവനക്കാർക്ക് ലഭിച്ചത്. ഇതു സംബന്ധിച്ച് ജീവനക്കാർ ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകി. മാർച്ച് മാസം മുതലുള്ള ശമ്പളം കുടിശ്ശികയാണ്. 20,000 രൂപ വീതം പ്രതിമാസം കരാർ ജീവനക്കാർക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ. 200ഓളം ജീവനക്കാരെയാണ് കാസർഗോഡ് ജില്ലയിൽ പിരിച്ചുവിട്ടത്. മറ്റ് ജില്ലകളിലും ശമ്പളം നൽകാതെ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അനിൽകുമാർ KP, സ്വപ്ന, സുനിത, ബിബിത K തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ ഹൈപ്പർ മാർക്കറ്റ് പാർട്ട്ണറെ വാഹന പാർക്കിങ്ങിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഇതിന്റെ CCTV ദൃശ്യം പുറത്ത്. വധശ്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി ചന്ദേര പോലീസ് കേസെടുത്തു. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഓഗസ്റ്റ് 3 രജിസ്റ്റർ ചെയ്ത FIR പ്രകാരമാണ് കേസ്. പരാതിക്കാരനായ തെക്കേ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ അബ്ദുൾ മജീദ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഓഗസ്റ്റ് 1 വൈകിട്ട് 7:50 തെക്കേ തൃക്കരിപ്പൂർ കരോളത്ത് സ്ഥിതി ചെയ്യുന്ന മൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. അക്രമത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പരാതി പ്രകാരം ഹൈപ്പർ മാർക്കറ്റിന് സമീപം വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. യാസർ, മെഹറൂഫ്, ആസിഫ് എന്നിവരടക്കം 3 പേർ ചേർന്ന് പരാതിക്കാരനെ തടഞ്ഞു നിർത്തി കൈകൊണ്ടും കാലുകൊണ്ടും മർദ്ദിക്കുകയും വാഹനത്തിന്റെ ചാവി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും അസഭ്യം വിളിച്ചു പറഞ്ഞ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആക്രമണത്തിനിടെ പരാതിക്കാരന്റെ 17,000 രൂപ വില വരുന്ന കണ്ണട തകർത്തതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 126, 115, 296, 351, 324, 118, 3 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. മജീദ് ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം പിതാവിനെ ആക്രമിച്ച വിവരമറിഞ്ഞ് മജീദിന്റെ മകനും സുഹൃത്തുക്കളും കേസിലെ പ്രതിയായ ആസിഫിനെ ആക്രമിച്ചതിന് കൗണ്ടർ കേസും ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബക്കിരിമുക്കിൽ പ്രവർത്തിക്കുന്ന ഡി കഫേക്ക് മുന്നിൽ മാരകായുധം ഉപയോഗിച്ച് യുവാവിനെ ആക്രമിച്ച സംഭവത്തിലാണ് 3 പേർക്കെതിരെ ചന്ദേര പോലീസ് വധശ്രമക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ നമീർ, അനസ്, അമീർ, തിരിച്ചറിഞ്ഞ മറ്റൊരാൾ എന്നിവരെയാണ് പ്രതികളാക്കിയത്. പരാതിക്കാരനായ ഇളമ്പച്ചി മൈതാനിയിലെ ഫാത്തിമ മൻസിലിൽ താമസിക്കുന്ന മുഹമ്മദ് ആസിഫ് S നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആസിഫ് പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാഗം ഓർക്കസ്ട്ര കാഞ്ഞങ്ങാട് ജാനകിയമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബ്ബിൽ വച്ച് നടന്ന പരിപാടി പ്രശസ്ത പിന്നണി ഗായിക രജിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. രാഗം ഓർക്കസ്ട്ര കാഞ്ഞങ്ങാട് ജാനകിയമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബ്ബിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത പിന്നണി ഗായിക രജിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇവിടെ ഓർക്കസ്ട്ര ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊരു കുടുംബം പോലെയാണ് നമ്മളെല്ലാവരും. ഒരുപാട് വർഷങ്ങളായി നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിലൊക്കെ പോകുന്ന ഓർക്കസ്ട്ര ചെയ്ത് അപ്പം നല്ലൊരു സുഹൃത്ത് വലയത്തിൻ്റെ ഉള്ളിലിരുന്ന് ജാനകിയമ്മയുടെ കുറച്ച് പാട്ടുകൾ പാടാം. പ്രസിഡന്റ് ബാബു ആവിക്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ഗ്രൂപ്പ് അഡ്മിൻ രാജു, ഗ്രൂപ്പ് രക്ഷാധികാരി പ്രമോദ് അരൈ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ ജാനകിയമ്മയുടെ ഹിറ്റ് ഗാനങ്ങളും ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അപ്പോൾ അതിനു മുമ്പ് നമുക്ക് NCP കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. കൺവെൻഷൻ NCP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ശേഷം തോമസ് കെ തോമസും സംഘവും നടത്തുന്നത് വില കുറഞ്ഞ അപവാദ പ്രചരണമാണെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. 25 വർഷം മുമ്പ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പാർട്ടി വിട്ടു പോകുമ്പോൾ പറഞ്ഞ വാദമാണ് ശരത് പവാർ BJPയിൽ പോകുമെന്നത്. എന്നിട്ട് ഇതുവരെ ശരത് പവാർ NDAയിൽ പോയില്ലെന്നും പരിധിയില്ലാത്ത അപവാദമാണ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. NCP കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ലയൺസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതലൊന്നും വിശദീകരിക്കാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാം. BBG റാംജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോഴത്തെ പേരാണ്. എന്തിനാണ് ആ പേര് അങ്ങനെ ഇട്ടതെന്ന് എനിക്കറിയില്ല. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിന്റെ പഴയ കാലത്ത്. അത് നടപ്പാക്കിയത് ആരാ? ശ്രീ മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി, ശരത് പവാർ കേന്ദ്രത്തിൽ കാർഷിക വകുപ്പിന്റെ ചുമതലയേൽക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവർക്ക് വേതനം അവകാശമാക്കി മാറ്റിയ നിയമം പാസാക്കിയത്. ഈ രാജ്യത്തെ ഏറ്റവും അധസ്ഥിതരായ ജനങ്ങളുടെ വേദന കണ്ട മനുഷ്യൻ, വേദന കണ്ട് അതിനോട് അനുകൂലമായി പ്രതികരിച്ച മനുഷ്യൻ, ആ മഹാനായ മനുഷ്യനെ കുറിച്ചാണ് ഇവർ ഈ അപവാദ പ്രചരണം നടത്തുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ വേറെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ഗഹനമായ പഠനം നടത്തി. കാർഷിക രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ പഴയ UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നത്. അതെല്ലാം കൈയടിച്ച് അതിന്റെ കൂടെ നിന്ന പ്രമാണിമാരായ ആളുകൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൽ ആഭിജാത്യം കുറഞ്ഞതായി ആക്ഷേപിക്കുമ്പോ അതെല്ലാം ശരി എന്ന് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ബെന്നി നാഗമറ്റം, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉദിനൂർ സുകുമാരൻ, OK ബാലകൃഷ്ണൻ, സുബൈർ പടുപ്പ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാഹുൽ നിലാങ്കര, MTP ഹാരിസ്, നാസർ പള്ളം, സമീർ അണങ്കൂർ, NYC ജില്ലാ പ്രസിഡന്റ് ലിജോ സെബാസ്റ്റ്യൻ, NMC ഭാരവാഹി ഖദീജ മൊഗ്രാൽ, ഹമീദ് ചേരങ്കൈ, TV കൃഷ്ണൻ, മോഹനൻ ചുണ്ണംകുളം, ശ്രീധരൻ അടുക്കം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി ശ്രീ മൂലക്കോത്ത് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കുട്ടികൾക്കുള്ള അനുമോദനവും കർക്കിടകം 18 ദിനാഘോഷവും സംഘടിപ്പിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ P സതി യോഗം ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ആലമ്പാടി ശ്രീ മൂലക്കോത്ത് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കുട്ടികൾക്കുള്ള അനുമോദനവും കർക്കിടകം 18 ദിനാഘോഷവും സംഘടിപ്പിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ P സതി ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു. കുറെ ആദരണീയ ആൾക്കാരെയും എല്ലാവരും കാണുന്നത്, എന്തായാലും ആദ്യം തന്നെ എനിക്കിങ്ങനൊരു ക്ഷണം കിട്ടിയതിനും അതിനുപരി എനിക്കൊരു സ്നേഹ സമ്മാനം തന്നതിനും എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ മികച്ച വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും കേരള ഫോക്ലോർ അവാർഡ് ജേതാവും മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ P കുഞ്ഞികൃഷ്ണൻ, കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും മാതൃസമിതി പ്രസിഡന്റുമായ K ലത എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. പ്രസിഡന്റ് VK ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുദിന സുധാകരൻ വിവിധ മേഖലകളിൽ മികവ് നേടിയ തറവാട്ടംഗങ്ങളായ കുട്ടികളെ അനുമോദിച്ചു. P കുഞ്ഞികൃഷ്ണൻ, K ലത എന്നിവർ മറുമൊഴി ഭാഷണം നടത്തി. സെക്രട്ടറി കുഞ്ഞിരാമൻ ചേരിച്ചാൽ സ്വാഗതവും ട്രഷറർ ഐശ്വര്യകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക തൊഴിലാളി ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കള്ളാർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സീരീസിന്റെ നേതൃത്വത്തിൽ ചുള്ളിക്കര LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് കർക്കിടക കഞ്ഞി ഫെസ്റ്റും ഇലക്കറി ഫെസ്റ്റും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത K നിർവഹിച്ചു.
CDS ചെയർപേഴ്സൺ രമ ബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോയ് PL സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MM സൈമൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീത P, ശ്രീവിദ്യ, വാർഡ് മെമ്പർമാരായ ഗീത, ബിന്ദു, രേഖ, സനിത തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കൃഷി ഓഫീസർ ഹനീന, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സോയ K, ഷൈജ, അക്കൌണ്ടന്റ് രവിത R, ജയമണി, രജിത, CDS ADS ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇലക്കറി മത്സരത്തിൽ 12ാം വാർഡ് 1ാം സ്ഥാനവും 11-2 വാർഡുകൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മെമ്പർ സെക്രട്ടറി രവീന്ദ്രൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കള്ളാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ചുള്ളിക്കര LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് കർക്കിടകക്കഞ്ഞി ഫെസ്റ്റും ഇലക്കറി ഫെസ്റ്റും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത K നിർവഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ സമരപ്രഖ്യാപന ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തൊഴിലാളിയെ സംബന്ധിച്ച് നോക്കൂ, കൃഷിക്കാരൻ്റെ കർഷകത്തൊഴിലാളികളോ, കൃഷിക്കാരൻ്റെ കർഷകത്തൊഴിലാളികൾ വീടുണ്ടാവും. കൃഷിക്കാരൻ കാർഷിക മേഖല തകർത്ത് കൃഷി പൂർണ്ണമായും തൊഴിലാളികളെ കൊടുത്താൽ കർഷകത്തൊഴിലാളികൾ കൊണ്ടുപോകുന്നില്ല, ന്യായമായ കൂലി കൊടുക്കുന്നില്ല. കൃഷിക്കാരെ കർഷകത്തൊഴിലാളികൾ. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ, ജില്ലാ പ്രസിഡന്റ് PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ, ജനറൽ സെക്രട്ടറി P മണിമോഹൻ, AITUC ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ, പ്രസിഡന്റ് KS കുര്യാക്കോസ്, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, BKMU ജില്ലാ ജനറൽ സെക്രട്ടറി M കുമാരൻ, VV പ്രസന്നകുമാരി, VV രമേശൻ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ KSRTC കണ്ടക്ടർ ജീവനൊടുക്കി. മുളിയാർ മജക്കാറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ജില്ലയിൽ കടലിന്റെ മക്കൾ ദുരിതത്തിൽ. ജില്ലയിൽ രൂക്ഷമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇതിനോടകം കടലെടുത്തത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം വോർക്കാടി ഗേരുകെട്ട കുണ്ടാപ്പു സ്വദേശി നവാബാണ് അറസ്റ്റിലായത്. ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ കൃതികൾ കാലത്തിന്റെ നാൽക്കവലകളിലെ ദിശാബോധകങ്ങളായ ചൂണ്ടുപലകകളാണെന്ന് CM വിനയചന്ദ്രൻ മാഷ്. പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. CBSE പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചിന്മയ വിദ്യാലയത്തിൽ അനുമോദനം. കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു P അൾഗാർ ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ 8ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒരു തുള്ളി രക്തം നൽകൂ, ഒരാളുടെ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.